ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ പുറത്തു പോവാണ്. ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണെന്ന് വിചാരിച്ചു. ഗെറ്റ് റെഡി വിത്ത് മീലൊന്നും ഇല്ല. ഞാൻ അങ്ങനെ മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യുന്ന ആളല്ല. ലിപ്സ്റ്റിക് ഇടും കേട്ടോ. മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആളെന്നല്ല, ലിപ്സ്റ്റിക് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ മേക്കപ്പ് ഇടാറുണ്ട് കേട്ടോ. അല്ലാതെ പുറത്ത് പോകുമ്പോഴോ ഡ്യൂട്ടിക്ക് പോകുമ്പോഴോ ഒന്നും ഞാൻ മേക്കപ്പ് ഇടാറില്ല. എന്റെ മെയിൻ സാധനം എന്ന് പറയുന്നത് ഈ സൺസ്ക്രീനാണ്. ഇത് ഞാൻ കുറച്ചൊരു 3 വർഷമായിട്ട് ഞാൻ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല റിസൾട്ടായിരുന്നു ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ. നമുക്ക് നമ്മുടെ സ്കിന്നിനെ ഞാൻ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ, നല്ല ലിക്വിഡായിട്ടാണ് ഇത് വരുന്നത്. അങ്ങനെ എന്താ സ്റ്റിക്കി ടൈപ്പോ അങ്ങനെയൊന്നുമല്ല, നല്ല സ്മൂത്താണ് ഇത്. നമുക്ക് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്കിന്നിന് നല്ലതായിട്ട് അപ്ലൈ ആയി പോകും. ഇതാ നോക്കണ്ടോ, അങ്ങനെ ഒന്നും ഇങ്ങനെ വൈറ്റ് അടിച്ചിരിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ 3 years ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആയത്. എന്റെ സ്കിന്നിന് എനിക്ക് സൂട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ഇതാണ് എന്റെ മെയിൻ സാധനം. പിന്നെ ഞാൻ ഒന്നും ഉപയോഗിക്കാറില്ല, മുഖത്തുള്ള സൺസ്ക്രീൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. മോയ്സ്ചറൈസറോ അങ്ങനത്തെ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല, എനിക്കൊന്നും ഇഷ്ടമല്ല. എൻ്റെ കയ്യിലില്ലതാണ് മോയ്സ്ചറൈസേഴ്സ്. ഓരോ മോയ്സ്ചറൈസറും എൻ്റെ കയ്യിലില്ല, ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല. പിന്നെ സൺസ്ക്രീൻ ഒരു 2 കോട്ടൊക്കെ വാരി അടിക്കും കേട്ടോ. ഒന്നൊന്നുമല്ല, 2 കോട്ടെങ്കിലും യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ലിപ്സ്റ്റിക്കാണ് മെയിൻ വരുന്നത്. അത് ലിപ്സ്റ്റിക്കിന്റെ ഒരു ഹ്യൂജ് കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട്. കുറേ വെറൈറ്റി കളേഴ്സും കുറേ ബ്രാൻഡ്സും കാര്യങ്ങളും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്കിന്റെ ഒരു വീഡിയോ ചെയ്യാമേ ഒരു ദിവസം. ഇപ്പൊ ഞാൻ 2 ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. ഇതിൽ ഏതാണ് സ്യൂട്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് യൂസ് ചെയ്യാമെന്ന് കരുതിയാണ് ഞാൻ ഇരിക്കുന്നത്. ഇത് ഒരു മാക്കിന്റെ റെഡ് ലിപ്സ്റ്റിക് ആണ്. റെഡ് ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല, ബട്ട് ഇത് ചേരുമോന്ന് എനിക്കറിയില്ല. ലൈറ്റ് ആയിട്ടാണ് ഞാൻ ഇടുന്നത്, എനിക്ക് ഒരുപാട് ഇഷ്ടമൊന്നുമല്ല അരി ഇടുന്നത്. ഇതും കൂടി കുറച്ച് 2 കളർ മിക്സ് ചെയ്തിരുന്നതായിരിക്കും നല്ലത്. ഇത് ഇംഗ്ലോട്ടിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഇതൊരു പിങ്കിഷ് ഷെയ്ഡാണ്, പിങ്ക് കളറാണ്. ഇങ്ങനെ 2 കളർ മിക്സ് ആക്കി ഇടും. അപ്പോഴത്തേക്ക് നമ്മുടെ പരിപാടി കഴിയും. പിന്നെ ഹെയർ ഒന്ന് കോംബ് ചെയ്ത് സെറ്റ് ചെയ്യും. ജസ്റ്റ് ഹെയർ കോംബ് ചെയ്ത് സെറ്റ് ചെയ്യുന്ന കഴിഞ്ഞാൽ പിന്നെ ഞാൻ എവറി ഡേ ഹെയർ വാഷ് ചെയ്യുന്ന ആളല്ല. വീക്ക്ലി 3 times ആണ് ഹെയർ വാഷ് ചെയ്യുന്നത്. ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഹെയർ സെറ്റ് ചെയ്തിടാറുണ്ട് കേട്ടോ. എൻ്റെ മുടിയിൽ സെറ്റ് ചെയ്തിടുമ്പം അതങ്ങനെ കിടക്കാറാണ് പതിവ്. എവറി ഡേ ഹെയർ വാഷ് ചെയ്യത്തൊന്നുമില്ല. അങ്ങനെയാണ് സാധാരണ വരുന്നത്. ഇപ്പം ഹെയർ ഞാൻ സെറ്റ് ചെയ്ത് മിഡിലിൽ നിന്നാണ് ഇപ്പം ഞാനിങ്ങനെ ചെയ്തിടാറുള്ളത്. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ജസ്റ്റ് ഞാനൊന്നും ചെയ്യാറില്ല, ഇങ്ങനെ തന്നെ പോവാറാണ്. പിന്നെ എൻ്റെ സ്പെക്സ് എടുത്ത് ഞാൻ വെക്കും, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ റെഡിയായി. ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ജസ്റ്റ് ഒരു സ്പെക്സും വെയർ ചെയ്തു, പിന്നെ ഒരു മാച്ചിങ് ഷൂ വെയർ ചെയ്തു. ഇതാണ് ഔട്ട്ഫിറ്റ് വരുന്നത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ. ബൈ.